ഹലോ ഓൾ, വെൽക്കം ടു എക്സാൻ വലാനി. സോ നമ്മളെ വീഡിയോയിലെ തംബ്നെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഈ 10ാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്ന ഒരു കാര്യം CBSEയുടെ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേ ബി നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയായിരിക്കും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് R3 ഫോർമുല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത് അല്ലെ. R1, R2, R3 എന്ന് പറഞ്ഞ 3 ലാംഗ്വേജസ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, NEP 2020 പ്രകാരം വന്നിട്ടുണ്ട്. ബട്ട് ആക്ച്വലി 10th കേസിൽ അതിൽ കുറച്ച് എക്സംഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നിട്ടുണ്ട്. ബട്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ബോർഡ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇമ്പോർട്ടൻ്റ്ലി 10ാം ക്ലാസ്സുകാർക്കാണ് ഈ വീഡിയോ എങ്കിലും നമ്മൾ ബാക്കിയുള്ള ക്ലാസ്സിന്റെ CBSE 3 ലാംഗ്വേജ് ഫോർമുലയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. CBSE ഇന്റേണൽ അസസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ അസസ്മെന്റ് എന്തിനാണ് ചെയ്യുന്നത്, 3ാമത്തെ ലാംഗ്വേജിനാണ് ഇന്റേണൽ അസസ്മെന്റ് ചെയ്യുന്നത്. ആ ഇന്റേണൽ അസസ്മെന്റിന് ആക്ച്വലി നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇന്റേണൽ അസസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുല എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. സോ നമുക്ക് എന്താണ് 3 ലാംഗ്വേജ് ഫോർമുല NEP പ്രകാരം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഭാഷകളെ കുറച്ചുകൂടി നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസ്. വൺ ഈസ് മദർ ടങ് ആൻഡ് അതർ വൺ ഈസ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് കൂടി പഠിക്കണം. ഇതാണ് 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ലിംഗ്വിസ്റ്റിക് ആക്ച്വലി ഒരു ഷിഫ്റ്റ് ആണ് ആക്ച്വലി NEP 2020 പ്രകാരം മൾട്ടി ലിംഗ്വിലിസത്തിലേക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് 2023 അതിന്റെ ഫ്രെയിം വർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. R1, R2, R3 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ദെൻ നമ്മൾ വരാണെങ്കിൽ അതിൽ R1, R2 എന്ന് പറയുന്നത് നേറ്റീവ് ലാംഗ്വേജസ് ആണ്. അതിൽ R3 എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ഫോറിൻ ലാംഗ്വേജ് കൂടി സെലക്ട് ചെയ്യാം. ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലാംഗ്വേജസ് നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി 10ാം ക്ലാസ്സിനും ബാക്കിയുള്ള ക്ലാസ്സിനും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് 10ാം ക്ലാസ്സിന് എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കാം. ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് നമുക്ക് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3 ലാംഗ്വേജസ് പഠിക്കണം. അതിൽ 2 ലാംഗ്വേജസ് ആണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോർഡ് എക്സാമിന് ഉണ്ടാവുക. ബട്ട് ഒന്ന് ഇന്റേണൽ എക്സാം ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. സോ R3 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് CBSE 10th സ്റ്റുഡൻസ് ഓൾസോ. അപ്പോൾ ആ R3 നമ്മൾ ക്വാളിഫൈ ചെയ്യാന്നുള്ളത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിങ് 2027 to 28, അതായത് ഈ വർഷമല്ല, അടുത്ത വർഷം മുതലാണ് ആക്ച്വലി ഈ ഒരു കാര്യം വരുന്നത്. ആക്ച്വലി അടുത്ത വർഷം മുതലാണ് പാസിംഗ് ദ R3 ഇന്റേണൽ അസസ്മെന്റ് ബിക്കംസ് എ സ്ട്രിക്റ്റ് പ്രീ റിക്വസിറ്റ് ഫോർ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ് സർട്ടിഫിക്കറ്റ്. അതായത് എന്താണ്, അവരുടെ സ്കൂൾ എക്സാം സർട്ടിഫിക്കറ്റ് വേണ്ടിയാണ്, അതായത് ബോർഡ് എക്സാമിന്റെ എലിജിബിലിറ്റി, അതായത് +1 +2 ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ആക്ച്വലി വരുന്നത് 10th നമ്മൾ R3 ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ വർഷം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, പക്ഷെ അടുത്ത വർഷം മുതൽ എന്താണ് കുറച്ചുകൂടി അത് സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് CBSEയുടെ പുതിയൊരു റൂളാണ്. ഇനി ക്ലാസ് 9 എന്താണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്, ക്ലാസ് 9 കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, 3 ലാംഗ്വേജസ് പഠിക്കണം. ആ 3 ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് എന്താണ്, ക്ലാസ് 9 സ്റ്റാർട്ടിങ് ഫ്രം 2026 to 2027, ഈ ഒരു 2026-27 ഈ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ ക്ലാസ് 9 എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താണ്, 3 ലാംഗ്വേജസ് എന്ന് പറയുന്നത് 2 നാറ്റീവ് ലാംഗ്വേജസ് ആവണമെന്നില്ല. 2 ലാംഗ്വേജസ് നമുക്ക് ഏതും ചൂസ് ചെയ്യാം. ഒന്ന് നമ്മുടെ മദർ ടങ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ആയിരിക്കണം. ബാക്കി 2 നമുക്ക് ഏതൊരു ഫോറിൻ ലാംഗ്വേജ് ഒക്കെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇൻ ദ കേസ് ഓഫ് 9th കേസിൽ മാത്രമാണ് കേട്ടോ, 9th കേസിലാണ് വരുന്നത്. അതുപോലെ തന്നെ 10th കേസിൽ R1, R2 മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള ലാംഗ്വേജ് ഉള്ളൂ. R3 എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ അസസ്മെന്റ് മാത്രമാണ് വരുന്നത്. 9th കേസിൽ 3 ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 ലാംഗ്വേജസിൽ ആ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യം 2 ലാംഗ്വേജസ് സെലക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ 9th കേസിൽ മാത്രമാണ് വരുന്നത്. ഇനി 6th ഓൺവേർഡ്സ്, അതായത് ഈ വർഷം മുതൽ 6th വരുന്ന, ഇത് 9th മാത്രമല്ല കേട്ടോ, ആക്ച്വലി 9th മാത്രമല്ല 7, 8, 9 നിൽക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ഇത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് R1, R2, R3 ആക്ച്വലി ഉണ്ട്. ബട്ട് അവിടെ 2 നാറ്റീവ് ലാംഗ്വേജസും 1 ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്ന പോളിസി അല്ല അവിടെ വരുന്നത്. അവിടെ നമുക്ക് 2 ലാംഗ്വേജസ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, ഒരു നാറ്റീവ് ലാംഗ്വേജ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇവിടെ 7, 8, 9 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി 6th ഓൺവേർഡ്സ്, അതായത് 6ാം ക്ലാസ് മുതൽ ഈ വർഷം പഠിക്കുന്ന സ്റ്റുഡൻസ്, അതായത് CBSEയിൽ 6ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് എന്ത്, ഈ 3 ലാംഗ്വേജസ് പോളിസി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം.
2 നേറ്റീവ് ലാംഗ്വേജസ്, ദാറ്റ് ഈസ് 2 ഇന്ത്യൻ ഭാഷകൾ, 2 ഇന്ത്യൻ ഭാഷകൾ, അതുപോലെ തന്നെ ഒരു ഫോറിൻ ലാംഗ്വേജ് എന്ത് ചെയ്യണം, അവർ പഠിച്ചിരിക്കണം. R1, R2, R3 ലാംഗ്വേജ് പോളിസി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷം 6ൽ പഠിക്കുന്നവരാണ്. അപ്പോൾ 6ൽ പഠിക്കുന്നവർ മാൻഡേറ്ററി ആണ്. 7, 8, 9ലുള്ള സ്റ്റുഡൻസിന് അവർക്ക് മാൻഡേറ്ററി അല്ല, അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് R1, R2, R3 പഠിക്കണം. ആക്ച്വലി അവരെന്ത് ചെയ്യണം, അവർ ഈ വർഷം മുതൽ R1, R2, R3 അതിൽ ഏത് ലാംഗ്വേജസും സെലക്ട് ചെയ്യുക. ഏത് 1 ഈസ് നേറ്റീവ് ലാംഗ്വേജ്, ഒരു നേറ്റീവ് ലാംഗ്വേജ് ഉണ്ടാവണം. ഇവിടെ ആണെങ്കിൽ R1, R2 ആണ്. R3 ഇന്റേണൽ അസസ്മെന്റിന് എന്ത് ചെയ്യും, നോക്കും. അത് സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ലീവിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം കൂടിയായിരിക്കും ആ ഒരു ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ അസസ്മെന്റ് ക്ലാസ് 10th എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. നോ ബോർഡ് എക്സാം ഫോർ R3ക്ക് എന്തില്ല, ബോർഡ് എക്സാം ഇല്ല. പക്ഷെ അതിന് എന്തുണ്ട്, ഒരു ഇന്റേണൽ അസസ്മെന്റ് ഉണ്ട്. മാൻഡേറ്ററി പാസ് ക്രൈറ്റീരിയ, അതായത് മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പാസ് ആയിരിക്കണം. ആൻഡ് ഓൾസോ റീഅസസ്മെന്റ് പ്രൊവിഷൻ, അതായത് ഇഫ് എ സ്റ്റുഡന്റ് ഫെയിൽസ് ദ ഇന്റേണൽ ഇവാലുവേഷൻ സ്കൂൾ ആർ സ്ട്രിക്ട്ലി റിക്വയർഡ് ടു കണ്ടക്ട് എ റീഅസസ്മെന്റ് ബിഫോർ ഡിക്ലെയറിംഗ് ഫൈനൽ ബോർഡ് എക്സാം റിസൾട്ട്. അതായത് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ അസസ്മെന്റും കൂടിയുള്ള ഓപ്ഷനും കൂടി എന്തുണ്ട് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്ലാസ് 9 carry over, ക്ലാസ് 9 സ്റ്റുഡൻസ് ഫെയിലിംഗ് R3 വിൽ ബി പ്രൊമോട്ടഡ് but must clear the pending class 9 assessment while completing their ക്ലാസ് 10 സ്റ്റഡീസ്. അതായത് ക്ലാസ് 10 സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് തന്നെ ക്ലാസ് 9ലുള്ള ഒരു R3 എന്ത് ചെയ്യണം, അവർ കംപ്ലീറ്റ് ചെയ്യണം. ഈ വർഷം മുതൽ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ ക്ലാസ് 9ൽ നമ്മൾ ഫെയിൽ ചെയ്താലും ക്ലാസ് 10ൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ള ആക്ച്വലി പറയുന്നത്. അതിൽ ദ ക്രൂഷ്യൽ മാൻഡേറ്റ്, ആക്ച്വലി ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് 2 നേറ്റീവ് ലാംഗ്വേജസ് ആണ്. അതായത് ഇന്ത്യൻ ഭാഷകളെ പ്രിസർവിംഗ് ലിംഗ്വിസ്റ്റിക് ഹെറിറ്റേജ് ആണ് ആക്ച്വലി അവരെന്ത് ചെയ്യുന്നത്, NEP 2020 പ്രകാരം വരുന്നത്. ഔട്ട് ഓഫ് ദ 3 ലാംഗ്വേജസ് chosen R1, R2, R3 by the student, a strict minimum of 2 must be native to India. ഇന്ത്യൻ ഭാരതീയ ഭാഷാസ് ആയിരിക്കണം 2 ആൻഡ് ഓൾസോ സ്റ്റുഡൻസ് ഓപ്റ്റിംഗ് from a foreign language can only do as their third language provided the first 2 are native or as an optional 4th language. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ ലാംഗ്വേജ് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് 2 എന്താണ് നേറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഓപ്ഷണൽ ഫോറിൻ ലാംഗ്വേജ് കൂടി അവർക്ക് പഠിക്കാം. അപ്പം R4 എന്ന് പറയുന്ന അതാണ് സെലക്ട് ചെയ്യുക, ഫോറിൻ ലാംഗ്വേജസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. R1, R2 ആക്ച്വലി എന്താണ്, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നേറ്റീവ് ലാംഗ്വേജസ് പഠിക്കണം. ഇത് ആക്ച്വലി 10th കേസിൽ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. 6th കേസ് മുതലാണ് എന്ത്, ക്ലാസ് 6 ഓൺബോർഡ്സ് ആണ് ഇത് മാൻഡേറ്ററി ആയിട്ട് വരുന്നത്. ഈ ഒരു 2 ലാംഗ്വേജ് അല്ലെങ്കിൽ 3 ലാംഗ്വേജ് പോളിസി, 2 നേറ്റീവ് ലാംഗ്വേജസ് ആൻഡ് 1 ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആക്ച്വലി വരുന്നത്. ഇതിലും കുറച്ച് എക്സംഷൻസ് ഉണ്ട്. എക്സംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അതായത് സ്പെഷ്യൽ നീഡ്സ് കിട്ടുന്ന, അതായത് കുറച്ച് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലെ, അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. സ്പെഷ്യൽ നീഡ്സ് റിക്വയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അവർക്കൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ റിട്ടേണീസ്, ആക്ച്വലി ഫോറിനിൽ സ്റ്റഡി ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഫോറിനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും എന്തുണ്ട്, ഒരു എക്സംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്ററിം ടീച്ചർ അറേഞ്ച്മെന്റ്സ്, അതായത് ഇന്ററിം നമ്മൾ സ്കൂളിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ല, നേറ്റീവ് ലാംഗ്വേജസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും എന്തുണ്ട്, എക്സംഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇയർ മുതൽ എന്ത് ചെയ്യും, അത് മാൻഡേറ്ററി ആയിട്ട് വരും. ഈ വർഷം എന്താണ്, നമുക്ക് എക്സംഷൻസ് തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് ആക്ച്വലി നമ്മളെ 3 ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ചലഞ്ചസും ഓൺ ഗോയിങ് ഡിബേറ്റ്സും പറയുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു ഇന്ത്യൻ ലാംഗ്വേജസ് കുറച്ചുകൂടി പ്രിസർവ് ചെയ്യുക, ഹെറിറ്റേജ് കുറച്ചുകൂടി പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് എന്താണ്, അവിടെ ഒരുപാടധികം ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. ഹിന്ദി നേറ്റീവ് ആണ്, ഇംഗ്ലീഷ് നോൺ നേറ്റീവ് ആണ്, സാൻസ്ക്രിറ്റ് നേറ്റീവ് ആണ്. അതെന്ത് ചെയ്യാം, ഇത് വാലിഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം കേട്ടോ. ഇംഗ്ലീഷ്, ബംഗാളി, ഹിന്ദി ഇങ്ങനെയും എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു നോൺ നേറ്റീവ്, 2 നേറ്റീവ് ലാംഗ്വേജസ്, അപ്പോൾ അതും വാലിഡ് ആണ്. മറാഠി, കന്നഡ, ഫ്രഞ്ച് ഇതും വാലിഡ് ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഹിന്ദി ഇതിൽ ഒരു നേറ്റീവ് ലാംഗ്വേജ് ഉള്ളൂ ഹിന്ദി, അപ്പം 2 നോൺ നേറ്റീവ് ലാംഗ്വേജസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻവാലിഡ്. സോ അതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 6th ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ്. 7th, 9th, 8th സ്റ്റുഡൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. R1, R2, R3 അവർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. But R1, R2, R3 it is mandate for 6th class, and also R3 is also considered for the internal assessment for class 10 students by next year. അതായത് ഈ ഇയർ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക,
നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പാരൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ R3 എന്ന് പറയുന്നത്. R3 പാസ്സാവാതെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവെയിൽ ചെയ്യാൻ പറ്റില്ല. സോ ഈ കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു.